ഹായ് കൂട്ടുകാരെ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇതാ വെളുപ്പിന് നമ്മൾ എണീറ്റു. അപ്പോൾ ഒരു ഗ്ലാസ് കട്ടൻ ചായയൊക്കെ ഇട്ട് കുടിക്കുകയാണ്. പാലില്ലായിരുന്നു കേട്ടോ. അപ്പോൾ പാലക്കന് വാങ്ങിയിട്ട് വരണം. അപ്പോൾ എണീറ്റതും ഒരു ഗ്ലാസ് കട്ടൻ ചായയൊക്കെ ഇട്ട് കുടിച്ചു. പിന്നെ ഒന്ന് മക്കളെ മദ്രസയിൽ കൊണ്ടാക്കാനും പോകണം കേട്ടോ. അപ്പോൾ ഇത് തിങ്കളാഴ്ചയിലെ വിശേഷങ്ങളാണ് കാണിക്കുന്നത്. അപ്പോൾ ആദ്യമായി കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ ഇതിവിടെ പ്ലാസ്റ്റിക്കിൻ്റെ ചാക്കൊക്കെ കുറേ മടക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിന്നൊരു പണിയുണ്ട് കേട്ടോ. പുറത്ത് കുറച്ച് വർക്കൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചാക്കുകളൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ മുൻഭാഗത്ത് വന്നിരുന്ന് കട്ടനൊക്കെ ഇരുന്ന് കുടിക്കുകയാണ്. അപ്പോൾ മക്കൾക്കും ചായയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് അവരും ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞു. എന്നിട്ട് പിന്നെ അവരെ മദ്രസയിൽ കൊണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്ന് അയ്യാൻകുട്ടിയും കൂടെ വരണം പറഞ്ഞ് ഭയങ്കര വാശിയിലായിരുന്നു. പിന്നെ അവനെയും വിളിച്ചു. ഞങ്ങളങ്ങനെ മദ്രസയിൽ മക്കളെ കൊണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കടി ഉണ്ടാക്കുന്നത് നൂൽപുട്ടാണ്, ഇടിയപ്പം. അപ്പോൾ അത് ഇനി വന്നിട്ട് വേണം ഇനി അതൊക്കെ ചെയ്ത് റെഡിയാക്കാൻ. അപ്പോൾ കുട്ടികൾ 9 മണിക്ക് വരും. 9 മണിക്ക് വന്നാൽ 9:30 ആകുമ്പോഴേക്കും രണ്ടാം നേരം മദ്രസ വീണ്ടും കൂടുണ്ടാ. അപ്പോൾ അവർക്ക് അവിടെ നിന്ന് ഓടിപ്പറന്ന് വന്നു കഴിഞ്ഞാൽ കഴിച്ചത് അപ്പം തന്നെ പെട്ടെന്ന് പോകുകയൊക്കെ ചെയ്യണം. അപ്പോൾ ഇനി മുതൽ ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെ ചായക്കടി കൊടുത്തു വിടാമെന്നൊക്കെയാണ് ഞാൻ മനസ്സിൽ കരുതിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അവരടുത്ത വീട്ടിൽ നിന്ന് പള്ളിയിൽ നിന്ന് തന്നെ ഇരുന്ന് കഴിക്കുമല്ലോ. അത്രയും സമയം അവർക്ക് കുറച്ച് റെസ്റ്റും കിട്ടും. അങ്ങനെ കരുതിയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് അവിടെ നൂൽപുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒക്കെ ഗ്യാസ് അടുപ്പിലാണ് കേട്ടോ ചെയ്യുന്നതെല്ലാം. നൂൽപുട്ടൊക്കെ പിഴിഞ്ഞ് വെക്കുന്നത്. അപ്പോൾ നൂൽപുട്ടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ചട്നിയൊക്കെ ഉണ്ടാക്കുന്നത്. ഇപ്പം ഇന്നലെ വരെ എൻ്റെ വീഡിയോ കണ്ട് എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. തുടർച്ചയായിട്ട് ഇനിയും നിങ്ങളുടെ സഹകരണമൊക്കെ എന്തായാലും വേണം. അപ്പോൾ കുറച്ച് തേങ്ങാപ്പാലും ഉണ്ടാക്കണം, പിന്നെ കുറച്ച് ചട്നി ഉണ്ടാക്കണം. പിന്നെ ചോറ് വെക്കാനൊന്നും സമയമില്ല. അപ്പോൾ കുറച്ച് ഇവിടേക്ക് നമ്മുടെ മുതലാളിക്ക് ചാണകപ്പൊടി കോരണം കേട്ടോ. അപ്പോൾ അതിന് ഇക്കാടെ കൂടെ ഞാനും പോകാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ പുറത്തുനിന്ന് ഒരാളെ വിളിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഒന്ന് ആളെ വിളിച്ചിട്ടൊന്നും കിട്ടിയില്ല. അപ്പോൾ എന്തായാലും ഇക്കാൻ്റെ കൂടെ ഞാനും പോകാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ എന്തായാലും കുട്ടികൾ വന്ന് കഴിച്ച് കഴിഞ്ഞ് പോയതിന് ശേഷമേ പോവുള്ളൂ. അവർ 9 മണിക്ക് വരും കഴിക്കാൻ. പിന്നെ അവർക്ക് കഴിക്കാനൊക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷമേ ഞങ്ങൾ പോവുള്ളൂ. അപ്പോൾ അതിനുള്ളിൽ അടിക്കൽ, തുടയ്ക്കൽ, തുണി കഴുകൽ അങ്ങനെയുള്ള പണികളൊക്കെ പെട്ടെന്ന് കഴിച്ച് വെക്കണൊക്കെ ഉണ്ട്. അങ്ങനെ ഇടിയപ്പമൊക്കെ ചുട്ടെടുത്തു. അപ്പോൾ ഇത് റേഷൻ പച്ചരി കൊണ്ടുണ്ടാക്കിയ ഇടിയപ്പമാണ് കേട്ടോ. അപ്പോൾ ചില സമയം ഈ മാവ് വാട്ടുന്നത് നമ്മളുടെ കയ്യിൽ നിന്ന് ചെറിയൊരു മിസ്റ്റേക്ക് വന്നാൽ അങ്ങനെ ഒരു ഒട്ടലൊക്കെ ഉണ്ടാകും. അപ്പോൾ ഒരുപാട് വെള്ളം തിളപ്പിക്കാതെ നല്ലോണം ചൂടായതും പൊടി വാട്ടിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ ഞാൻ ചില സമയമൊക്കെ ഉണ്ടാക്കുമ്പോൾ എനിക്കിങ്ങനെ ഓരോ ഫാൾട്ടൊക്കെ പറ്റാറുണ്ട് കേട്ടോ. ചിലപ്പോൾ ശരിക്കും കിട്ടുമൊന്നുമില്ല. അപ്പോൾ ആ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടാണ് ഞാൻ കഴിക്കുന്നത്. അപ്പോൾ എനിക്കും ആദിലിനും കുട്ടിക്കോ അയ്യാൻകുട്ടിക്കൊക്കെ തേങ്ങാപ്പാലാണ് ഇഷ്ടം. പിന്നെ ഇക്കാക്കും മോൾക്കും ഒക്കെ അവർക്ക് കറി വേണം, മീൻ കറി വേണം, അല്ലെങ്കിൽ ചട്നി, ചമ്മന്തി അങ്ങനെ എന്തെങ്കിലും വേണം. അപ്പോൾ ഞാൻ കുറച്ച് ചട്നിയും അരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങാപ്പാലും എടുത്തു കേട്ടോ. അപ്പോൾ ഈ ചൂട്ടിനൊക്കെ തേങ്ങാപ്പാൽ തന്നെയാണ് കേട്ടോ നല്ലത്. കാരണം നല്ല തണുപ്പൊക്കെ ആണല്ലോ ഇത്. അപ്പോൾ ചൂട്ടിന് തേങ്ങാപ്പാൽ തന്നെയാണ് നല്ലത്. പിന്നെ ഇതാ കുറച്ച് ഇവിടെ ചട്നിയും അരച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് പിന്നെ മക്കളൊക്കെ വന്ന് അവരൊക്കെ കഴിച്ച് പോയി. പിന്നെ അതാ ഞാനും അയ്യാൻകുട്ടിയും കൂടെ ഇനി ചാണകപ്പൊടി കോരുന്ന അവിടേക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇക്ക നേരത്തെ സ്കൂട്ടിയിൽ പോയിട്ട് ആ ഭാഗത്ത് വന്ന് നിൽക്കുന്നുണ്ട്. കടയിലൊക്കെ ഒന്ന് കയറിയിട്ട് വന്നിട്ട് ആ ഭാഗത്ത് തോട്ടത്തിൻ്റെ താഴെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും അയ്യാൻകുട്ടിയും കൂടെ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി പോവുകയാണ്. അപ്പോൾ അവന് നല്ല സന്തോഷമാണ്. പുറത്ത് പോവുക എന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നും പറയാനില്ല. വളരെ ഹാപ്പിയിലാണ് കേട്ടോ. ടാറ്റ തരലും വേഗം വായോ എന്ന് പറയലും എൻ്റെ ഷാൾ എടുത്തുകൊണ്ട് തരലും അങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അതവിടെ ഈ ടാങ്കിൽ ഇത് കണ്ടില്ലേ, ഇത് ചിരട്ടകൾ വെള്ളത്തിൽ കുതിർത്താനിട്ടിരിക്കുകയാണ് കേട്ടോ. അതായത് നമ്മൾ ടാപ്പിങ് പണി ഇപ്പോൾ നിർത്തി വെച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ ഇത് ഒട്ടുപാൽ ഇതിന്ന് ഈ ചിരട്ടയൊക്കെ പൊളിക്കണം. അതായത് ഒട്ടുപാൽ ഫുള്ള് ഇതൊന്ന് പേർത്തി ഇങ്ങനെ എടുക്കും. അതിവിടെ പണിക്ക് വരുന്നൊരു താത്തയാണ് കേട്ടോ അത് ചെയ്യുക. അപ്പോൾ ഇത് ഭയങ്കര സ്മെല്ലാണ് കേട്ടോ. അങ്ങനെ ഈ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നത് പറഞ്ഞാൽ ഭയങ്കര സ്മെല്ലാണ് അതൊക്കെ. എന്നിട്ട് ഞങ്ങളിത് അവിടെ ചാണകപ്പൊടി കോരുന്ന വീട്ടിലെത്തി. കുറച്ച് വണ്ടിയിൽ പോകണം. അപ്പോൾ അവിടെ ചാണകപ്പൊടിയൊക്കെ നല്ല ഉണക്ക ചാണകപ്പൊടിയൊക്കെ നിറയെ അവർ പൊടിച്ച് കൂട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഫുള്ള് ഞങ്ങൾ ചാക്കിലാക്കി വെച്ച് കെട്ടി വെക്കണം. പിന്നെ അവിടെ നിന്ന് മുതലാളി വണ്ടി അയക്കും. പിന്നെ അത് പിന്നെ അത് അവിടെ കൊണ്ട് ഇട്ട് കൊടുക്കും.
അപ്പോൾ ഇത് ചാക്ക് പിടിച്ച് കൊടുക്കാനും പിന്നെ ചാക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാനും അങ്ങനെ ചാക്ക് കെട്ടാനും അങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇക്കാൻ്റെ കൂടെ ഞാനും പോയത്. നമ്മൾ വീട്ടിൽ വെറുതെ ഇരിക്കുകയല്ലേ, അപ്പോൾ പോയാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുമല്ലോ എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഇത് പുറമേ നിന്ന് ഒരാളെ വിളിച്ച് കൊടുക്കുമ്പോൾ ആ കൂലി അവർക്ക് കൊടുക്കണം, മുതലാളിമാരെന്നെ കൊടുക്കുക. അപ്പോൾ ആളെ 1-2 പ്രാവശ്യമൊക്കെ വിളിച്ച് നോക്കി, ആരെയും കിട്ടാൻ വഴിയില്ല. അതുകൊണ്ട് ഞാൻ തന്നെ ഇറങ്ങി. അപ്പോൾ അയാൻകുട്ടി എൻ്റെ ഒപ്പം ചാക്ക് പിടിക്കുകയാണ്. അവനും ഇങ്ങനെ ചാക്ക് പിടിക്കാൻ കൂടുന്നുണ്ട്. പിന്നെ അവൻ കുറേ ആദ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയൊക്കെ ചെയ്യും. ഇതവിടെ ഒരു ചാക്കിൽ 3 കൊട്ടയായിട്ട് ഞങ്ങൾ നിറച്ച് വെച്ചിരിക്കുകയാണ്. അങ്ങനെ അതൊക്കെ ഇതവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ ചേച്ചി അയാൻകുട്ടിക്ക് കുറച്ച് ബിസ്ക്കറ്റൊക്കെ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് വരും, ഒന്ന് കഴിക്കും, പിന്നെ ഓടും, അങ്ങനെയൊക്കെ കേട്ടോ. പിന്നെ അവർ ഫ്രിഡ്ജിൽ വെച്ച വെള്ളമൊക്കെ നിറയെ അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളം കുടിക്കൽ തന്നെ പണി. പിന്നെ അധികം വെയിലൊന്നും ഇല്ല കേട്ടോ, അവിടെ നല്ല തണലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സമയമാകുമ്പോൾ ഇങ്ങനെ ചാണകപ്പൊടി കോരലൊക്കെ ഉണ്ടാകുമ്പോൾ ഇക്കാടെ കൂടെ അധികവും ഞാൻ തന്നെയാണ് കേട്ടോ പോണത്. എന്നിട്ട് പിന്നെ കുട്ടികൾ മദ്രസ വിട്ട് വന്നു എന്ന് പറഞ്ഞിട്ട് ഫോൺ വന്നപ്പോൾ പിന്നെ ഞങ്ങളത് പകുതി പണി അവിടെ നിർത്തിയിട്ട് ഞങ്ങൾ വീട്ടിൽ വന്നു. അപ്പോൾ രാവിലെ നൂൽപുട്ടിന് എടുത്ത തേങ്ങാപ്പാൽ കുറച്ചുണ്ടായിരുന്നു. അതിൽ കുറച്ച് ചെറുപഴമൊക്കെ ഇട്ടിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ചെറുപഴം ഉടച്ചിട്ട് വേണം പാലൊഴിക്കാൻ. ഞാൻ അത്ര ഓർത്തില്ല. പിന്നെ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടൊക്കെ ഒന്ന് കയ്യിൽ വെച്ചിട്ടൊക്കെ മെല്ലെ മെല്ലെ പാൽ എവിടേക്കും തെറിക്കാതെ മെല്ലെ മെല്ലെ നല്ലോണം ഒന്ന് കുത്തിയെടുത്തു കേട്ടോ. അപ്പോൾ ഇതിൽ പഞ്ചസാരയൊക്കെ ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കേട്ടോ. എന്നിട്ട് ഞാൻ കുറച്ച് ഐസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തു, കാരണം അത്രയും തേങ്ങാപ്പാൽ തികയില്ല. എന്നിട്ട് പിന്നെ കുറച്ച് അവലിട്ട് കൊടുത്തു. അപ്പോൾ കുറച്ച് ഇവിടെ നിലക്കടല ഉണ്ടായിരുന്നു, അത് ആവശ്യത്തിന് നോക്കുമ്പോൾ കാണണേ ഇല്ല കേട്ടോ. ഒരുപാട് നേരം ഞങ്ങൾ തിരഞ്ഞു നോക്കി. ഇനി ആ ഡപ്പയോടെ എലി വലിച്ചുകൊണ്ട് പോയോ എന്നറിയില്ല. അപ്പോൾ അതിന് പകരം കുറച്ച് പൊരികടല ഇട്ടു. അപ്പോൾ ചിലർ ഇതിനെ പൊട്ടുകടല എന്ന് പറയും, ഞങ്ങൾ പൊരികടല എന്നാണ് കേട്ടോ അതിന് പറയുക. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് 5-6 ഗ്ലാസ്സിലൊക്കെ ഇത് കുടിച്ചപ്പോൾ നല്ല വയറൊക്കെ നിറഞ്ഞു കേട്ടോ. നല്ല തണുപ്പും ഉണ്ടായിരുന്നു. തേങ്ങാപ്പാലും ഫ്രിഡ്ജിൽ വെച്ചതാണല്ലോ. പിന്നെ ഐസ് വെള്ളവും പിന്നെ ചെറുപഴം, അവൽ, പഞ്ചസാര, കടല. അപ്പോൾ അയാൻകുട്ടി അധികം കുടിച്ചില്ല. അവന് ഇങ്ങനെയുള്ളതൊന്നും ചില സമയത്ത് തീരെ ഇഷ്ടമല്ല. എന്നിട്ട് പിന്നെ അവർക്ക് പിന്നെ കഴിക്കാനൊക്കെ കൊടുത്തിട്ട് ഞങ്ങളിത് വീണ്ടും പോവുകയാണ്. കുറച്ചുകൂടി ചാണകപ്പൊടി കോരാനുണ്ട്. അപ്പോൾ പിന്നെ അയാൻകുട്ടിനെയും പിന്നെ ഇവിടെ ആക്കി, അവരെ ആക്കിയിട്ട് എൻ്റെ ഫോൺ ഇവിടെ കൊടുത്തു അവർക്ക്. അപ്പോൾ അവരെപ്പോഴും വീട്ടിലാക്കിയിട്ട് പോകുമ്പോൾ ഒരു ഫോൺ അവരുടെ കയ്യിൽ ഏൽപ്പിക്കും. അപ്പോൾ എൻ്റെ ഫോൺ കൊടുത്തിട്ട് പിന്നെ ഞാനും ഒക്കെയും കൂടെ വീണ്ടും പോയിട്ട് ആ ചാണകപ്പൊടിയൊക്കെ ഒന്ന് ബാക്കിയുള്ളതും കൂടി കോരി വയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ വരുമ്പോൾ 5 മണി 5:30 ആവാറായി. അപ്പോൾ പിന്നെയും കുറച്ച് നൂൽപ്പെട്ട് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ വേഗം വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് പട്ടാമ്പിയിലൊന്ന് പോയി എന്തെങ്കിലും കറി വയ്ക്കാൻ മേടിച്ചിട്ട് വരാവർട്ട് പട്ടാമ്പി പോയി. പിന്നെ കാക്കും എന്തോ ATM കാർഡിൻ്റെ എന്തോ പിൻ നമ്പറൊക്കെ ശരിയാക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകണം എന്നൊക്കെ ഉണ്ടായിരുന്നു, പോകണം പറഞ്ഞു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വരുള്ളൂ, കുറച്ച് നേരമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ കുട്ടികൾ വിശക്കണമെന്നൊക്കെ പറഞ്ഞു തുടങ്ങിയപ്പോൾ വേറെ കറി വയ്ക്കാൻ ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ രാവിലത്തെ നൂൽപുട്ട് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിങ്ങനെ ഒന്ന് കടുക് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക്, ഉള്ളി, പിന്നെ കറിവേപ്പില, പിന്നെ കുറച്ച് പച്ചമുളക്, പിന്നെ കുറച്ച് തേങ്ങ രാവിലത്തെ ബാക്കി ഉണ്ടായിരുന്നു അതും കൂടി ഇട്ട് ലേശം പൊരികടലയും ഉണക്കമുളകൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ നമുക്ക് മല്ലിയിലയും ഇഞ്ചി കൊത്തിയരിഞ്ഞതും അങ്ങനെയൊക്കെ ഇട്ട് കൊടുത്തിട്ടും ഇത് ചെയ്യാട്ടോ. എന്നിട്ട് ഈ നൂൽപുട്ടിന് നേരത്തെ ആവി കയറ്റും അങ്ങനെയൊന്നും ചെയ്തില്ല, പൊടിച്ചും കൊണ്ട് അതിലിട്ടിട്ട് നല്ലപോലെ ഇളക്കിയെടുത്തു. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ്. ഞാൻ ഇടയ്ക്കൊക്കെ ഇഡലിയും പുട്ട്, നൂൽപുട്ടൊക്കെ ഇതുപോലെ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഈ സമയം നമുക്ക് ചെറുനാരങ്ങ നീരും കൂടി ഇതിൽ ഒഴിച്ചു കൊടുത്താൽ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ്. അതൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ ഇതായാലും എല്ലാ പണിയും കഴിഞ്ഞ് ഞാൻ ഒരു ഗ്ലാസ് ചായ കുടിക്കണം. അപ്പോൾ ഇക്ക വരുമ്പോൾ കുറച്ച് സുഖിയം വാങ്ങിയിട്ട് വന്നു. അപ്പോൾ ഇത് കൊണ്ടുവരാൻ വൈകിയതാണ് കേട്ടോ. അവർ പിന്നെ ATM കാർഡൊക്കെ അതിൽ പിൻ നമ്പറൊക്കെ ശരിയാക്കാൻ വേണ്ടി ATM കാർഡ് കൗണ്ടറിലൊക്കെ പോയി കുറേ നേരം നിന്നു പറഞ്ഞു കേട്ടോ. അപ്പോൾ മുട്ടക്കോഴിയാണ് വാങ്ങിയിട്ട് വന്നത്. പിന്നെ അതൊക്കെ അടുപ്പിൽ വെച്ചതിന് ശേഷം കേട്ടോ ചായ കുടിക്കായിരുന്നത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അതാ ചോറ് കഴിക്കാൻ കേട്ടോ. പിന്നെ ആ കറി ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഈ സമയം എന്ന് പറഞ്ഞാൽ ഇവിടെ ഭയങ്കര കോട്ടരുമൻ്റെ ശല്യമുണ്ട് കേട്ടോ. ഒരുപാട് കോട്ടരുമകളുണ്ട്. അപ്പോൾ അത് ഓരോ പേരാ പറയുക. ചെറിയൊരു കറുത്ത വണ്ടാണ് അതിപ്പോൾ ചിലർക്കൊന്നും അറിയില്ല. അത് ഈ റബ്ബറുള്ള സ്ഥലത്ത് ഒരുപാട് അതുണ്ടാവും. അപ്പം ഇനി നല്ലപോലെ 1-2 മഴ പെയ്താൽ മാത്രം അത് പോവുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഞാൻ അങ്ങനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അടിച്ച് കോര അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പം മുമ്പൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. കിടക്കുമ്പോൾ മക്കളുടെ ചെവിയിലും എൻ്റെ ചെവിയിലും ചെറിയ കോട്ടണൊക്കെ വെച്ചിട്ടാണ് കിടക്കുക. പിന്നെ അതിപ്പോൾ അങ്ങോട്ട് ശീലമായിട്ട് ആ പേടിയൊക്കെ നമുക്ക്. അപ്പോൾ
അപ്പോൾ രാത്രി കിടക്കുമ്പോഴൊക്കെ ആദ്യമൊക്കെ ഭയങ്കര പേടിയൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ ഇവിടെ ആരെങ്കിലുമൊക്കെ പുതിയ ആൾക്കാർ വിരുന്ന് വരികയൊക്കെ ചെയ്ത് അതൊക്കെ കണ്ട് അവർക്ക് ഭയങ്കര ഒരു അറപ്പും പേടിയും പോലെയൊക്കെയാണ്. അപ്പോൾ മക്കൾ മിച്ചറും കടലയൊക്കെ തിന്നതിൻ്റെ വേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അടിച്ച് കൂട്ടുമ്പോൾ എല്ലാം കൂടെ അങ്ങോട്ട് ഒരുമിച്ച് അടിച്ചു കൂട്ടി എടുത്തതാണ്. അപ്പോൾ ഇങ്ങനെ അടിച്ചിട്ടും കാര്യമൊന്നുമില്ല, വീണ്ടും വീണ്ടും ഇത് വന്നുകൊണ്ടിരിക്കും. പിന്നെയൊക്കെ ബിസ്മി ചൊല്ലി അങ്ങോട്ട് കിടക്കുക തന്നെ. അപ്പോൾ നല്ല മഴ പെയ്താലേ ഇത് പോവുള്ളൂ കേട്ടോ. പിന്നെ ഇപ്പോൾ ഇത് ഓടിട്ട വീടല്ല, ഓടിട്ട വീടാകുമ്പോൾ ഇതിനേക്കാൾ ഒരുപാടുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് കുറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ അധ്വാനത്തിൻ്റെ കൂലി. അപ്പോൾ നമുക്കൊരു വരുമാനം കിട്ടി, വളരെ വളരെ സന്തോഷമായിട്ടോ. നമ്മൾ പണിയെടുത്തതിൻ്റെ പൈസ കയ്യിൽ കിട്ടുകയെന്ന് പറയുമ്പോൾ അപ്പോൾ ഒക്കെ കൊണ്ട് തന്നതാണ്. അപ്പോൾ വളരെ ഹാപ്പി ആയിട്ടാണ്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.